السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ദർസിൽ ബാബുൻ ദിക്റുൽ ഉജുബ്, ഉജുബിനെ കുറിച്ചുള്ള കാര്യമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ ഭാഗത്ത് അവസാനം അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസും ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇൻഷാ അള്ളാഹ്. കഴിഞ്ഞ ദർസിൽ വായിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി അതിൻ്റെ മത്തിൻ വായിക്കാം. അദ്ദേഹം നാലാമതായി കൊടുത്തു ബാബുൻ ദിക്റുൽ ഉജുബ്, ഉജുബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്ന അധ്യായം. അൽ ഉജുബ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറൽ, അഥവാ ഒരാൾക്ക് തൻ്റെ സ്വന്തത്തെക്കുറിച്ച് മതിപ്പുണ്ടാവുക, അയാളുടെ കർമ്മങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുഴപ്പമില്ല, ഞാൻ കേമനാണ് എന്ന് ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് സ്വയം അനുഭവപ്പെടുന്നതിനാണ് അൽ ഉജുബ് എന്ന് പറയുക. അദ്ദേഹം ആദ്യമായി ആ അധ്യായത്തിൻ്റെ കീഴിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ആയത്താണ് കൊടുത്തത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. മുഅ്മിനീങ്ങൾ അഥവാ ഈമാൻ കൊണ്ട് പരിപൂർണത നേടിയ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ, അവർ തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ തൊട്ട് ഭയപ്പാടുള്ളവരാകുന്നു. ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾ അവർ പരമാവധി പരിശ്രമിക്കും, നന്നായി ഇബാദത്തുകൾ ചെയ്യും, അങ്ങേയറ്റം അള്ളാഹുവിനെ സൂക്ഷിക്കും. എല്ലാ അർത്ഥത്തിലും അവർ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതം നയിക്കുമ്പോഴും അവർ തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. അത് മുഅ്മിനിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. എത്ര പരിപൂർണതയിലെത്തി എന്ന് യഥാർത്ഥ സത്യവിശ്വാസിക്ക് തന്നെക്കുറിച്ച് തോന്നിയാലും മറുവശത്ത് ഭയപ്പാടിലായിരിക്കും. അതാണ് ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അടയാളം. ഒരിക്കലും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവർ വഞ്ചിതരായി പോവുകയില്ല. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, ഒരുപാട് ഇബാദത്തുകളിൽ മുഴുകുന്നു, ഇനി ഞാൻ കഴിഞ്ഞാലേ മറ്റാരെങ്കിലും ഉള്ളൂ എന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരു മുഅ്മിനിനുണ്ടാവുകയില്ല. മുഅ്മിനീങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയില്ല. കാരണം ഈമാൻ കൂടുന്നതിനനുസരിച്ച്, ഈമാൻ പരിപൂർണമാകുന്നതിനനുസരിച്ച് വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അവർ തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ തൊട്ട് ഭയപ്പെടുന്നവരാണ്. അതോടൊപ്പം നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവർ അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുമ്പോഴും അഥവാ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്നത് പേടിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ വിറക്കുമായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ,
ഈ പറയപ്പെട്ട ആളുകൾ, പേടിച്ച് വിറക്കുമെന്ന് പറഞ്ഞ ആളുകൾ, അവർ മദ്യപിക്കുന്നവരും മോഷ്ടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരുമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, മറിച്ചവർ നോമ്പെടുക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, അവർ സ്വതക്കകൾ ചെയ്യുന്നവരാണ്. പക്ഷേ അതോടൊപ്പം തങ്ങളിൽ നിന്ന് സ്വീകരിക്കാതെ പോകുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും മുഅ്മിനിന് ഉജുബുണ്ടാവാൻ പാടില്ല, സ്വന്തത്തെക്കുറിച്ച് മതിപ്പുണ്ടാവാൻ പാടില്ല എന്നതിനുള്ള തെളിവാണ് ആയത്ത്. ശേഷം അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസർ ഉദ്ധരിച്ചു. അൽ ഹലാകു ഫിത്നതൈനി, രണ്ടു കാര്യങ്ങളിലാണ് നാശം, അഥവാ ഒരാൾ നശിക്കുക രണ്ട് കാര്യങ്ങളിലൂടെയാണ്. പ്രധാനപ്പെട്ട നാശത്തിൻ്റെ രണ്ട് കാരണങ്ങൾ അൽ ഖുനൂതി വൽ ഉജുബ്. ഒന്ന് അൽ ഖുനൂത്ത്, അഥവാ നിരാശനായി പോവുക. ഇനി അള്ളാഹു പാപങ്ങൾ പുറത്തു തരികയില്ല, ഇനി ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഒരു പ്രതീക്ഷയും വെക്കാനില്ല എന്ന അവസ്ഥയിൽ നിരാശനായി പോവുക എന്നത് ഒരാളെ നശിപ്പിക്കും. മറിച്ച് മുഅ്മിൻ എപ്പോഴും പ്രതീക്ഷയുള്ളവനായിരിക്കണം, അവനൊരിക്കലും നിരാശനാവാൻ പാടില്ല. അപ്പോൾ നിരാശ ഒരാളെ നശിപ്പിക്കും. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, നാശത്തിൻ്റെ രണ്ടാമത്തെ കാരണം വൽ ഉജുബ്, ഉജുബാണ്. ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് അയാൾ പരിപൂർണനാണ്, ഞാൻ കുഴപ്പമില്ല എന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അതയാളെ നാശത്തിലെത്തിക്കും. ഈ രണ്ട് കൂട്ടരെക്കുറിച്ചും പരിശോധിച്ചു നോക്കിയാൽ കാണാം, രണ്ടുപേരും പിന്നെ ഒന്നും പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല, പിന്നെ കൂടുതൽ പരിശ്രമിക്കാൻ തയ്യാറാവുകയില്ല. കാരണം ഒരാൾ നിരാശനായി, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ അയാൾ അങ്ങനെ നശിക്കും. രണ്ടാമത്തെയാൾ, ഞാൻ കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ സലാമത്തായിട്ടുണ്ട്, എനിക്ക് സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ജീവിക്കുക. അയാളും കൂടുതൽ പരിശ്രമിക്കുകയോ തൻ്റെ ന്യൂനതകളിലേക്ക് നോക്കുകയോ തെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയോ തൗബകൾ വർദ്ധിപ്പിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ഇത് രണ്ടും നാശത്തിൻ്റെ കാരണമാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. മൂന്നാമതായി ഷെയ്ഖ് എടുത്തുകൊടുത്ത ഒരു ഹദീസ് അൻ അബി ബക്രത അന്ന റജുലൻ ذكر عند النبي صلى الله عليه وسلم فأثنى عليه رجل خيرا. അബൂ ബക്ര റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരാളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു. അയാളുടെ ഇബാദത്ത്, ആ ഇബാദത്തിൻ്റെ ഭംഗി, ഇതൊക്കെ അവിടെ വെച്ച് പരാമർശിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ ഒരാൾ പുകഴ്ത്തുകയുണ്ടായി, പ്രശംസിക്കുകയുണ്ടായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക് ഖതഅത ഉനുഖ സാഹിബിക്, നിനക്ക് നാശം, നീ നിൻ്റെ കൂട്ടുകാരൻ്റെ പിരടി മുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുന്നതിന് സമമാണ്. റദ്ദദഹു മിറാറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇൻ കാന അഹദുക്കും മാദിഹൻ ലാ മഹാലത ഫല്യഖുൽ അഹ്സിബുഹു കദാ വകദാ ഇൻ കാന യറാ അന്നഹു കദാലിക് വഹസീബുഹു അല്ലാഹ് വലാ ഉസക്കി അലല്ലാഹി അഹദാ. ഇനി ഒരാളെ പ്രശംസിക്കേണ്ടി വന്നാൽ വേറൊരു നിർവാഹവുമില്ല, അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞേ തീരൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയട്ടെ, അഹ്സിബുഹു കദാ വകദാ, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളിൽ നന്മകളൊക്കെ കാണുന്നുവെങ്കിൽ ആ നന്മകൾ ഞാൻ കാണുന്നുണ്ട്, ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. വഹസീബുഹുല്ലാ, അള്ളാഹുവാണ് വിചാരണ ചെയ്യേണ്ടവൻ, അള്ളാഹുവാണ് സൂക്ഷ്മമായി രഹസ്യം അറിയുന്നവൻ, അള്ളാഹുവാണ് കണക്ക് നോക്കുന്നവൻ. വല ഉസക്കി അലല്ലാഹി അഹദ, ഒരാളെയും അള്ളാഹുവിൻ്റെ മുകളിൽ പരിശുദ്ധപ്പെടുത്താൻ ഞാൻ ആളല്ല. ഇതും നമ്മൾ വിശദീകരിച്ചതാണ്. ഒരാളെ അയാളുടെ മുന്നിൽ നിന്ന് പുകഴ്ത്തുക എന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്, വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിരടിക്ക് വെട്ടിയതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുന്നതിന് സമമാണ്. കാരണം എന്താ, ഒരാളെ പിരടിക്ക് വെട്ടി അയാൾ മരിച്ചു പോയാൽ ഇഹലോകം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ ഉജുബ് കൊണ്ട് എന്ത് സംഭവിക്കും, അയാളുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും. മുന്നിൽ വെച്ച് പ്രശംസ നടത്തിയാൽ, പുകഴ്ത്തിയാൽ, നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്നൊരാളോട് പറഞ്ഞാൽ അയാൾ പിന്നീട്
അത് ചിന്തിച്ച് അയാൾ നാശത്തിലെത്താൻ സാധ്യത കൂടുതലാണ്. ഇനി ഒരാളെപ്പറ്റി പറയൽ നിർബന്ധമാണ് എന്ന് വിചാരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഒരാളെക്കുറിച്ച് പ്രശംസിക്കാതെ നിർവാഹമില്ല എങ്കിൽ പറയുക അഹ്സിബുഹു കദാലിക്, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടെടുത്തോളം പുറമേക്ക് ബാഹ്യമായി കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഖൈറാണ്, ഇങ്ങനെയാണ്. വഹസീബുഹുല്ലാ, അള്ളാഹുവാണ് സൂക്ഷ്മമായി കൃത്യമായി അറിയുന്നവൻ. വല ഉസക്കി അലല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ മുകളിൽ ഒരാളെയും പരിശുദ്ധപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതാണ് ഒരു മുസ്ലിം പറയേണ്ടത്. അഹ്സിബുഹു കദാലിക് വല ഉസക്കി അലല്ലാഹ് വല ഉസക്കി അലല്ലാഹി അഹദൻ, ഇങ്ങനെ പറയാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു സംഭവം ശേഷം ഷെയ്ഖ് ഉദ്ധരിച്ചു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ വന്ന ഒരു സംഭവമാണ്. അൽ ഹാരിസ് ഇബ്നു മുആവിയ എന്ന ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു കാര്യം ശൂറ ചെയ്തു, അഭിപ്രായം ചോദിച്ചു. എന്താണ്? ഇന്നഹും കാനു യുറാവിദൂനനി അലൽ ഖസസ്, എന്നെ എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂടെയുള്ളവർ വഅദിന്, ഉപദേശത്തിന് നിർബന്ധിക്കാറുണ്ട്. എന്നെ കാണുമ്പോൾ ഉപദേശം തരണം, വഅദ് പറഞ്ഞു തരണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നെന്നോട് പറയാറുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആദ്യം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ഷ അൻ തഖുസ്സ ഫതർതഫി അലൈഹിം ഫീ നഫ്സിക ثم تقص فترتفع حتى يخيل إليك أنك فوقهم في منزلة الثريا. നീ അവർക്ക് വഅദ് നടത്തും, നീ അവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഉപദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഞാൻ നിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു. എന്ത്? നീ അവരെക്കാൾ മുകളിലെത്തിപ്പോയോ എന്ന് നിന്റെ മനസ്സിൽ തോന്നിപ്പോകും. എത്രത്തോളം? നീ സുറയ്യ എന്ന നക്ഷത്രത്തോളം വലിപ്പത്തിൽ, അത്രയും വലുതായി, അത്രയും കേമനായി എന്ന് നിന്നെക്കുറിച്ച് തോന്നിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് നിന്റെ കാര്യത്തിൽ. ഫയല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫയലഅകല്ലാഹു തഹ്ത അഖ്ദാമിഹിം യൗമൽ ഖിയാമത്തി ബിഖദ്രി ദാലിക്. എന്നാൽ ഖിയാമത്ത് നാളിൽ നിന്റെ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ, എത്ര കണ്ട് നീ അങ്ങനെ ചിന്തിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ അവരുടെ കാൽ ചുവട്ടിൽ, കാൽ കീഴിൽ അള്ളാഹു ആക്കിക്കളയുമോ എന്നും ഞാൻ നിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു. കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, വളരെ ഗൗരവപ്പെട്ട ഒരു ഉപദേശമാണ്, ഒരു താക്കീതാണിത്. ഇത് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് വഅദ് പറയുന്നവർ, ഉപദേശിക്കുന്നവർ, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആളുകൾക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെക്കാൾ കേമനായി പോകുമോ ഞാൻ മെച്ചപ്പെട്ടവനാണ്, ഞാൻ കുഴപ്പമില്ല എന്ന് എനിക്കോ അതല്ലെങ്കിൽ നമ്മിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ആ ഉജുബിനനുസരിച്ച് അല്ലാഹു തആല പരലോകത്ത് അവരുടെ, അഥവാ ഈ കേൾക്കുന്ന ആളുകളുടെ കാൽ ചുവട്ടിലാക്കിയേക്കുമോ എന്നതാണ് ഭയപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ അവരെക്കാൾ നിന്ദ്യരാക്കി കളയുമോ, എല്ലാവരുടെയും താഴെ അള്ളാഹു ആക്കിക്കളയുമോ എന്ന് ഭയപ്പെടണം. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ഈ പറഞ്ഞ കാര്യം. ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉജുബ് തോന്നാൻ പാടില്ല എന്നതിന് ഈ സംഭവം വളരെ മഹത്തരമായ സംഭവമാണ്. ആരാണ് ഉപദേശം കൊടുക്കുന്ന ആൾ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളാണ്, അവരാണ് പരസ്പരം ഈ ഉപദേശം നൽകുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ നിയ്യത്ത് നഷ്ടപ്പെടാൻ, സ്വന്തം നഫ്സിനെ തൊട്ട് ഉജുബ് തോന്നാൻ കാരണങ്ങൾ ഏറെയാണ്. അങ്ങേയറ്റം നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമാണ് എന്നത് വീണ്ടും വീണ്ടും എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി അദ്ദേഹം ഉദ്ധരിക്കുന്നു, വലിൽ ബൈഹഖി അൻ അനസിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അൽ ബൈഹഖി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസാണ്.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നു, ലൗ ലം തുദ്നിബു ലഖിഫ്തു അലൈക്കും മാ ഹുവ അശദ്ദു മിൻ ദാലിക അൽ ഉജുബ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ലം തുദ്നിബു, നിങ്ങളെങ്ങാനും തെറ്റുകൾ ചെയ്യുന്നില്ല എങ്കിൽ, ലഖിഫ്തു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു, മാ ഹുവ അശദ്ദു മിൻ ദാലിക്, ആ തിന്മയേക്കാൾ പാപത്തേക്കാൾ ഗുരുതരമായ ഒരു കാര്യം, അൽ ഉജുബ. എന്താണത്? അൽ ഉജുബ്, സ്വന്തം നഫ്സിനെ തൊട്ട് അത്ഭുതം കൂറൽ. ഞാൻ കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾ കുഴപ്പമില്ല, ഞാൻ കേമനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും എന്നതാണ് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തിന്മകൾ ചെയ്യുമ്പോഴാണ്, അഥവാ പാപങ്ങൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തുന്നത്. നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ കുറവുകൾ, അത് നാം ചിന്തിച്ചാൽ ഈ ഉജുബിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തിന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലുത് നിങ്ങളെ പിടികൂടുമായിരുന്നു. ഇപ്പോൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, തൗബ ചെയ്യും. തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടും. തെറ്റ് ഒരു തിന്മയുടെ പ്രത്യേകത എന്നാൽ തെറ്റ് ചെയ്യുന്ന ഏതൊരാളോടും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അയാൾ സമ്മതിക്കുകയെങ്കിലും ചെയ്യും. ശരിയാണ്, തിന്മയാണ്, തെറ്റാണ് എന്നെങ്കിലും പൊതുവെ പറയും. എന്നാൽ ഉജുബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഉജുബുള്ള ഒരാൾ, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതമുള്ള ഒരാൾ പിന്നെ മറ്റൊരാൾക്കും ചെവി കൊടുക്കുകയില്ല. ഇപ്പം ഞാൻ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ വേറെ ആരെങ്കിലും കേൾക്കും. പിന്നെ അതിനേക്കാൾ താഴെയുള്ള ഒരാളിൽ നിന്ന് വല്ല ഉപദേശവും സ്വീകരിക്കാൻ തോന്നുമോ? തൗബ ചെയ്യാൻ തോന്നുമോ? ഇല്ല. കാരണം എന്താ? നമ്മളെ കാര്യം സലാമത്തായിട്ടുണ്ട് എന്ന് സ്വന്തത്തിന് തോന്നിയാൽ അതോടുകൂടി അപകടത്തിലേക്ക് ഒരാൾ ചെന്ന് പതിക്കും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യത്തിൽ, അഥവാ ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ പാപത്തേക്കാൾ ഭയപ്പെട്ടു. ഏത്? അൽ ഉജുബ്. തിന്മയേക്കാൾ ഭയപ്പെട്ടു അൽ ഉജുബ്, ഈ അത്ഭുതം കൂറുക എന്ന കാര്യം. അത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അത്രയും ഉപദ്രവമുണ്ട് എന്നതാണ്. പാപത്തേക്കാൾ ഒരാളെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ഈ അൽ ഉജുബ്, ഉജുബ് എന്ന കാര്യം. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഉജുബുമായി ബന്ധപ്പെട്ട് ധാരാളം വാക്കുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ പഴയ കാലത്ത് ജീവിച്ച ഈ ഉമ്മത്തിലെ നല്ലവരായ ഇമാമിയങ്ങൾ ഉജുബിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. ഈ ഉജുബിൻ്റെ, സ്വന്തത്തെക്കുറിച്ചുള്ള അത്ഭുതം കൂറലിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അപകടത്തിൽപ്പെട്ടതാണ്. ഒന്ന്, അയാളുടെ സ്വന്തത്തിന് പരിപൂർണത കൽപ്പിക്കും. അയാളുടെ സ്വന്തത്തിന് പരിപൂർണത കൽപ്പിക്കും. ഞാൻ കുഴപ്പമില്ല, ഞാൻ എല്ലാ കാര്യത്തിലും കേമനാണ് എന്ന് ഒരാൾക്ക് തോന്നും. യഥാർത്ഥത്തിൽ അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണോ? അല്ല. അത് ഉജുബിൻ്റെ വളരെ ഗൗരവപ്പെട്ട ഒരു അപകടമാണ്. രണ്ടാമത്തൊരു അപകടമെന്ന് പറഞ്ഞാൽ, ഒരാളിൽ ഉജുബുണ്ടായാൽ മറ്റുള്ളവരെ അയാൾ നിസാരനാക്കും. ഒന്നിനും കൊള്ളാത്തവരായി കാണും. ഒരാൾ നല്ല ഇബാദത്തുള്ള ഒരാളാണ്, അതോടൊപ്പം അയാളിൽ ഉജുബുണ്ട്, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ താൻ കേമനാണ് എന്ന ചിന്തയുമുണ്ട് എങ്കിൽ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കാണുക? ഇവരൊക്കെ ഗ്രേഡ് കുറഞ്ഞ ആളുകളായിട്ടാണ്, ഇവരൊന്നും ഒന്നിനും കൊള്ളാത്തവരായിട്ടാണ് ആ ആളുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ഒരാൾ കിബിറിലേക്ക് എത്തിപ്പെടുക. ഉജുബ് എന്നത് കിബിറിലേക്കുള്ള കവാടമാണ്, വാതിലാണ്. കാരണം താൻ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിസാരനായി കാണും. അപ്പോൾ അവരുടെ മേൽ അഹങ്കാരം കാണിക്കാൻ തോന്നും. ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന നിലക്ക് പിന്നീട് സംസാരങ്ങളും നടത്തവും ഇരുത്തവും അങ്ങനെ ആയിത്തീരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് വളരെ ഗൗരവമായ അപകടമാണ്.
നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി, അവരോടൊരിക്കൽ ചോദിക്കപ്പെട്ടു, മതാ യകൂനു റജുലു മുസീഅൻ, ഒരാൾ എപ്പോഴാണ് മോശപ്പെട്ട ഒരു മനുഷ്യനായി തീരുക? ഒരാൾ എപ്പോഴാണ് മോശപ്പെട്ട ഒരു മനുഷ്യനായി തീരുക? ഖാലത്ത്, അവർ പറഞ്ഞു, ഇദാ ളന്ന അന്നഹു മുഹ്സിനുൻ, ഇദാ ളന്ന അന്നഹു മുഹ്സിനുൻ, ഒരാൾക്ക് എപ്പോഴാണ് താൻ മുഹ്സിനാണ്, ഇഹ്സാനുള്ള ആളാണ്, അഥവാ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഏറ്റവും നല്ല ആളാണ് എന്ന് ഒരാൾക്ക് എപ്പോൾ തോന്നുന്നോ അതോടുകൂടി അവൻ മോശപ്പെട്ടവനായി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾ ഒരിക്കലും തങ്ങൾ പരിപൂർണരാണ് എന്ന് അവകാശപ്പെടുകയില്ല, അവർക്ക് മനസ്സിൽ തോന്നുകയില്ല. മറിച്ച് വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം പേടിച്ചു ഉറക്കും. അതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് പേടിച്ച് ഉറക്കുന്നവരായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക് നോക്കൂ നിങ്ങൾ. ഒരാൾ തന്നെക്കുറിച്ച് ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കലോടുകൂടി അയാൾ മോശപ്പെട്ടവനായി എന്നാണ്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് യഹ്യ ബിൻ മഈൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ സമകാലികനാണ്, കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുകയാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കൂടെ 50 വർഷം ഞാനുണ്ടായിരുന്നു. 50 വർഷം ഒരുമിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു. മഫ്തഖറ അലൈനാ ബിശൈഇൻ മിമ്മാ കാന ഫീഹി മിനൽ ഖൈരി വസ്സലാഹി, ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു നന്മയുടെ കാര്യത്തിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഫഖർ പറഞ്ഞിട്ടില്ല, പൊങ്ങച്ചം പറഞ്ഞിട്ടില്ല. 50 വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ പറയുന്ന വാക്കാണിത്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവരുടെ സ്വന്തത്തെ വളരെ നിസാരമായി കണ്ടു എന്നതിനുള്ള തെളിവാണ്. മറ്റൊരു സംഭവം നമുക്ക് കാണാം. മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ വന്നു പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ കുൻത ഫീഹിം, നിങ്ങൾ ഈ ജനങ്ങൾക്കിടയിലുള്ള കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കാണ്, നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്ന് പലപ്പോഴും പല ആളുകളെക്കുറിച്ചും പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താണ്? ശരി തന്നെയാണ്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മത്തഖവുല്ലാഹ്, ജനങ്ങൾ ഖൈറിലായിരിക്കും, നന്മയിലായിരിക്കും അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാലത്തോളം. സുബ്ഹാനല്ലാഹ്, എന്താ വാക്ക് നോക്കൂ നിങ്ങൾ. സാധാരണ നമ്മളിത് കേട്ടാൽ ചിലപ്പോൾ തിരിച്ച് അല്ല എന്ന് പറയാൻ പോലും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ഏതായാലും അയാൾ പറഞ്ഞല്ലേ, ശരിയായിരിക്കാം, വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ഉജുബിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിലും ചിലപ്പോൾ തോന്നിയേക്കാം. സലഫുകൾ അപ്പോൾ തന്നെ തിരുത്തുകയാണെന്ത്? ജനങ്ങൾ തഖ്വ പാലിച്ചോ എങ്കിൽ അവർ ഖൈറിലായിരിക്കും. ഞാനതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, എന്നെ പരിഗണിച്ചിട്ടല്ല ജനങ്ങൾ ഖൈറിലാവുന്നത് എന്ന് അപ്പോൾ തന്നെ തിരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സലഫുകൾ അവരുടെ സ്വന്തത്തെക്കുറിച്ച് കണ്ട വിലയാണിത്. ആരാണിവർ? ഇമാമിങ്ങളാണ്. പക്ഷേ അവർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ ബിശ്ർ അൽ ഹാഫി റഹിമഹുല്ലാ, അദ്ദേഹം ഇബാദത്തുകൾ കൊണ്ട് അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരിക്കൽ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് നിന്നു. അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളുടെ ഭംഗി കണ്ട് അങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ഈ വ്യക്തിയോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, എന്നിൽ നീ ഇപ്പോൾ കണ്ട ഇബാദത്തുകളും അതിൻ്റെ ഭംഗിയും കണ്ട് നീ വഞ്ചിതനായി പോകരുത്. കാരണം ഇബ്ലീസ് ലഅനഹുല്ലാഹ് ആയിരക്കണക്കിന് വർഷങ്ങൾ മലക്കുകളോടൊപ്പം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ പിന്നീട് അവൻ എവിടെയൊക്കെ എത്തിയോ ആ അവസ്ഥയിലേക്ക് അവൻ എത്തുകയുണ്ടായി. അപ്പം എന്നെ കണ്ടിട്ട് നീ വഞ്ചിതനായി പോകണ്ട, എൻ്റെ ഇബാദത്ത് കണ്ടിട്ട് ഞാൻ അങ്ങ് എത്തിപ്പോയ ആളാണ് എന്ന് നീ വിചാരിക്കേണ്ടതില്ല എന്ന് അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സലഫുകൾ ഉജുബിൽ നിന്ന് ഓടി അകലാൻ പണിപ്പെട്ടവരായിരുന്നു.
അതാണ് സലഫുകളുടെ അവസ്ഥ. നമ്മളാണെങ്കിൽ സഹോദരങ്ങളെ പലപ്പോഴും ഒന്നല്ലെങ്കിൽ നമ്മൾ പറയൂല, അല്ലെങ്കിൽ പറയാൻ മറന്നുപോകും, ചിലപ്പോൾ വിചാരിക്കും ശരി തന്നെയല്ലേ എന്ന് വരെ വിചാരിച്ചു പോയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് ഉജുബുണ്ടായാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് എതിര് പ്രവർത്തിച്ചു. ഇയ്യാക നഅ്ബുദു എന്ന വാക്ക് അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ഒരാൾ മുക്തമായി. ഷിർക്കിൽ നിന്നും റിയായിൽ നിന്നും ഒക്കെ അയാൾ ബറാഅത്ത് പ്രഖ്യാപിക്കുകയാണ്. വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ സഹായിക്കണം ഇബാദത്തിനു വേണ്ടി. ഒരാൾ തൻ്റെ കാര്യത്തിൽ അത്ഭുതം കൂറിയാൽ അയാൾ ഈ ആയത്തിനെതിര് പ്രവർത്തിച്ചു. കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖാണെന്ത്? ഇയാളുടെ ജീവിതത്തിലുള്ള എല്ലാ ഖൈറും നന്മയും ഇബാദത്തുമൊക്കെ ഇപ്പം ഞാൻ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നലോടുകൂടി ആ ആയത്തിനെതിരായി എന്നാണ്. ആ ആയത്തിനെ പൊളിക്കലാണ് എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗൗരവമാണ്. ചില മുൻഗാമികൾ പറഞ്ഞു, കഫാ ബിൽ മർഇ ഇൽമൻ അൻ യഖ്ശല്ലാഹ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിവുണ്ട്, ഇൽമുണ്ട് എന്നതിന് മതിയായതാണ് അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്. ഒരാൾക്ക് ഇൽമുണ്ട് എന്നതിൻ്റെ തെളിവാണെന്ത്? അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ പേടിക്കുന്നു എന്നത്. വകഫാ ബിൽ മർഇ ജഹ്ലൻ അൻ യുഅജബ ബിഅമലിഹി, ഒരാൾ വിവരമില്ലാത്തവനാണ് എന്നതിന് മതിയായതാണെന്ത്? അയാൾ തൻ്റെ അമലുകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോവുക എന്നുള്ളത്. നല്ല അമലുകളൊക്കെ കണ്ടിട്ട് ഞാൻ കുഴപ്പമില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അയാളുടെ വിവരക്കേടാണത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് അഖ്വാലുകൾ, വാക്കുകൾ, സലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഈ വിഷയത്തിൽ പറഞ്ഞതായി കാണാം. മുൻഗാമികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി ഇബ്റതൻ ലിഗൈരി, അല്ലാഹുവേ എന്നെ നീ മറ്റുള്ളവർക്ക് ഗുണപാഠമാക്കല്ലേ. അല്ലാഹുവേ എന്നെ നീ മറ്റുള്ളവർക്ക് ഗുണപാഠമായി നിശ്ചയിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അദാബ് വന്നു കിട്ടി അയാൾ നശിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ള ആളുകൾക്കത് പാഠമായി തീരല്ലേ എന്ന് മുൻഗാമികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വലാ തജ്അൽ ഗൈരി അസ്അദ മിമ്മാ അല്ലംതനി മിന്നി, അതോടൊപ്പം അള്ളാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു തന്ന ഇൽമു കൊണ്ട് ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവർ എന്നേക്കാൾ സൗഭാഗ്യത്തിലെത്തിപ്പെടുക എന്ന അവസ്ഥയിലും നീ എന്നെ ആക്കല്ലേ. നീ എനിക്ക് ഇൽമു തന്നു, ആ ഇൽമു കൊണ്ട് എനിക്കുപകാരമില്ലാതെ മറ്റുള്ളവർക്കാണ് അത് ഉപകാരം കിട്ടിയത്. ഞാൻ പറഞ്ഞു കൊടുത്തു, ആളുകളൊക്കെ സ്വീകരിച്ചു, അവർ നന്നായി. പറഞ്ഞു കൊടുത്ത ആൾ ജീവിതത്തിൽ അത് പാലിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നേരെ എതിരാകും. ഇങ്ങനെ അള്ളാഹുവെ ഒരവസ്ഥ എനിക്ക് നൽകല്ലേ എന്ന് മുൻഗാമികൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഈ പറഞ്ഞ ഉജുബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ പ്രയത്നമായിരുന്നു. അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു, പ്രയത്നിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ്. കാരണം ഈ സംഗതി, ഈ വൻപാപം, ഈ അപകടം സഹോദരങ്ങളെ നമ്മിലേക്ക് കടന്നു വരാൻ വലിയ കാലതാമസമൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുറച്ച് ദിവസങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര തവണ ഈ സാധനം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എത്ര തവണ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്, അവനേക്കാൾ എന്തായാലും ഞാനൊന്നുമില്ല 5 നേരത്ത് നിസ്കരിക്കണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ജമാഅത്ത് നിസ്കരിക്കണ്ടല്ലോ, ഓൻ അതില്ലല്ലോ എന്ന് പറഞ്ഞാൽ, എന്ന് ചിന്തിച്ചാൽ സഹോദരങ്ങളെ അത് ഉജുബാണത്, അത് ഉജുബിൽപ്പെട്ടതാണ്. വളരെ ഗൗരവമാണ്. ഇത് ഒരാളെയും വിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രക്ഷപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഉജുബുണ്ടാവാൻ ചില കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അൽ ജഹൽ, വിവരക്കേടാണ്, അജ്ഞതയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഒരാൾക്ക് ഉജുബുണ്ടാവുക. കാരണം ഒരാൾ നന്നായി ഇൽമ് നേടിയാൽ, അങ്ങനെ ഒരാൾ മുന്നോട്ട് പോയാൽ മുഅ്മിനീങ്ങളുടെ
പദവിയിലേക്ക് അയാൾ എത്തും. ഒരാൾ യഥാർത്ഥ മുഅ്മിനായാൽ എന്ത് സംഭവിക്കും? അയാൾക്ക് ഉജുബുണ്ടാവുകയില്ല. ഒന്നാമത്തെ അപകടം, ഒന്നാമത്തെ കാരണം ഉജുബുണ്ടാവാൻ, ഈ സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറാനുള്ള കാരണം ജഹിലാണ്, അജ്ഞതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അജ്ഞത ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മൾ പഠിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക. കാരണം ദീൻ പഠിച്ചാൽ ഭയമുണ്ടാകും, പേടിയുണ്ടാകും. നമ്മെ നന്നാക്കുക അള്ളാഹുവിൻ്റെ വഹയാണ്, ഖുർആനും സുന്നത്തും നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ അധ്യാപനവും. അത് പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ പേടിയും ഭയവും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ജഹിൽ എന്നത് ഒരു മനുഷ്യനെ ഉജുബിലെത്തിക്കും. രണ്ടാമത്തെ കാര്യം ഖില്ലത്തു തഖ്വ വൽ വറ, തഖ്വ ഇല്ലാതിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കാതിരിക്കുക. തഖ്വ എന്നത് ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ, അഥവാ ആളുകൾ കാണാത്തപ്പോൾ, ആരോരും കാണാത്ത സന്ദർഭത്തിൽ ഞാനും എൻ്റെ റബ്ബും ഒറ്റക്കാകുമ്പോൾ എനിക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണം. അങ്ങനെ തഖ്വയുള്ള ഒരാൾ ഈ ഉജുബിൽ നിന്ന് രക്ഷപ്പെടും. തഖ്വ ഇല്ലാതിരുന്നാൽ അതിൻ്റെ കുറവ് ഒരാളെ ഉജുബിലെത്തിക്കും. കാരണം മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ നമ്മൾ നേരത്തെ കേട്ട ആയത്തുകളിൽ വന്നതുപോലെ അവർ ഭയപ്പെടുന്നവരാണ്. മൂന്നാമത്തെ ഒരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, സൂഉന്നിയ്യ, നീയത്ത് വസാദായി പോവുക, നീയത്ത് മാറിപ്പോവുക. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകൾ വഴിമാറി ആളുകളെ കാണിക്കാനും ആളുകളുടെ പ്രശംസയും പുകഴ്ത്തലും കിട്ടണം എന്ന ചിന്തയിൽ ചെയ്താൽ ഉജുബുണ്ടാകും. നാലാമത്തെ കാര്യം, അള്ളാഹു കാണും, ഒരാളും എൻ്റെ മനസ്സറിഞ്ഞില്ലെങ്കിലും, ഒരാളും എൻ്റെ കാര്യങ്ങൾ കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത ഒരാളിൽ ഇല്ലാതായാൽ ഉജുബ് കടന്നു വരും. ഞാൻ ഒരുപാട് അമൽ ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹു അറിയുന്നുണ്ട് എൻ്റെ നിയത്ത് എന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതെനിക്ക് രക്ഷയാണ്. അതല്ല, ആ കാര്യത്തിൽ കുറവ് സംഭവിച്ചാൽ ഈ പറഞ്ഞ ഉജുബ് കടന്നു വരും എന്നതാണ്. അഞ്ചാമത്തേത് ജനങ്ങളുടെ പ്രശംസയും പുകഴ്ത്തലും, അത് കേൾക്കുമ്പോൾ ഒരാളെ ഉജുബിലെത്തിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്, ആളുകളെ വെക്കേണ്ട സ്ഥലത്ത് ആളുകളെക്കുറിച്ച് പറയേണ്ടത് മാത്രം പറയുക, അതിൻ്റെ അപ്പുറത്തേക്ക് ആളുകളെ പുകഴ്ത്തുകയോ പ്രശംസിക്കുകയോ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയോ ചെയ്യരുത്. അത് അയാളെ നശിപ്പിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഈ കാലത്തെ ഇബ്നുൽ ഖയ്യിമാണ്, ഈ കാലത്തെ ഇബ്നു തൈമിയ്യയാണ് എന്ന് മതവിദ്യാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ അത് അവരെ നശിപ്പിക്കലാണ്, അത് അവരെ നശിപ്പിക്കലാണ്. ഒരാൾ അൽഹംദുലില്ലാ നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി തൗഫീഖിന് ചോദിക്കുക, അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കണേ, ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ അവരുടെ നേരെ മുന്നിൽ വന്നിട്ട് കുഴപ്പമില്ല, ഉഷാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ നശിപ്പിക്കരുത്. അത് വളരെ ഗൗരവത്തിൽപ്പെട്ടതാണ്. കാരണം സനാ, പുകഴ്ത്തലുകൾ ഇങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ വഴികേടിലെത്തിപ്പോകും. ഞാൻ കുഴപ്പമില്ലല്ലേ, ഇത്ര ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുഴപ്പമുണ്ടാവില്ല എന്നാണ് പിന്നെ തോന്നുക. നിങ്ങളാ പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിരുന്നു, നിങ്ങളാ പറഞ്ഞത് 100ൽ 100 എന്നൊക്കെ തോന്നുമ്പോൾ പിന്നെ അടുത്ത മസാല നോക്കുമ്പോൾ മൂപ്പർക്ക് തോന്നും കഴിഞ്ഞ പ്രാവശ്യം ഉഷാറായിട്ടുണ്ട്, അപ്പോൾ ഇപ്രാവശ്യം അതിനേക്കാൾ തകർക്കണം എന്ന് തോന്നും. യഥാർത്ഥത്തിൽ ദീന് പറയൽ തകർക്കലല്ല, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലല്ലേ. അപ്പം നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരു പക്ഷേ ആളുകൾ നശിച്ചു പോകും. നമ്മുടെ പുകഴ്ത്തലുകൾ, പ്രശംസ കൊണ്ട് ആളുകളെ നമ്മൾ വഴികേടിലാക്കലാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹുവെ ഉറപ്പിച്ചു നിർത്തണേ, തൗഫീഖ് കൊടുക്കണേ എന്ന് പറയുക. അതല്ലാതെ അവരുടെ മുന്നിൽ വെച്ച് പ്രശംസിക്കരുത്, അമിതമായി പുകഴ്ത്തരുത്. നിങ്ങളറിയാത്ത രഹസ്യങ്ങൾ ഈ പറഞ്ഞ ആളുകൾക്കുണ്ടാകാം, നമുക്കുണ്ടാകാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ, വല ഉസക്കി അലല്ലാഹി അഹദ, വെറുതെ പാപഭാരം ഏറ്റുവാങ്ങേണ്ടതില്ല. അള്ളാഹുവിനേക്കാൾ പരിശുദ്ധപ്പെടുത്തുക എന്നത് നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ. വെറുതെ ആളുകളെ 100ക്ക് 100 പുകഴ്ത്തി കുറ്റം വാങ്ങേണ്ടതില്ല. നമുക്ക് സാധിക്കുന്നത് ചെയ്താൽ മതി എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം, ദേഹേച്ഛകൾ പിന്തുടരുക, ദുനിയാവിൽ മുഖം കുത്തി പോവുക, ദുനിയാവിന് വേണ്ടി
നേരത്തെ പറഞ്ഞ നിയത്ത് വസാദായി പോവുക എന്നത് ഇതിൻ്റെ ഭാഗമാണ്. ചിന്ത ദുനിയാവുക, അതുപോലെ തന്നിഷ്ടം പിൻപറ്റുക എന്നത് ഒരാളെ ഉജുബിലേക്ക് എത്തിക്കും. ഏഴാമത്തേത് അള്ളാഹുവിനുള്ള ദിക്റും ശുക്റും കുറഞ്ഞാൽ ഉജുബുണ്ടാകും. ഏതൊരു കാര്യത്തിലും ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുക എന്നത് ഒരു മുഅ്മിനിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ എന്ത് അനുഗ്രഹങ്ങൾ കിട്ടിയാലും അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് മുഅ്മിനിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതൊരാളിൽ കുറഞ്ഞാൽ സ്വാഭാവികമായി അയാളുടെ സ്വന്തത്തിൽ ഉജുബുണ്ടാകും. കാരണം ദിക്റും ശുക്റും നാവിൽ നിന്ന് മനസ്സിൽ നിന്ന് വരണമെങ്കിൽ എന്തു വേണം? ഞാനൊന്നുമല്ല എന്നെനിക്ക് തോന്നണം, എന്നാലേ ദിക്റും ശുക്റും വരികയുള്ളൂ. അപ്പോൾ അത് ഒരാളിൽ ഇല്ലാതായാൽ ഉജുബുണ്ടാകും. എട്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ശിക്ഷ, അള്ളാഹുവിൻ്റെ അദാബ്, അതിനെ തൊട്ടൊരാൾ നിർഭയനാവുക. എന്ത് തോന്നിവാസം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും ഞാൻ കുഴപ്പമില്ല, അള്ളാഹ് പുറത്തു വരുമല്ലോ, ഞാനൊക്കെ സ്വർഗത്തിൽ പോകേണ്ട ഇവരൊക്കെ പോവോ? നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നില്ലേ, നിസ്കരിക്കാത്ത എത്ര ആളുണ്ട് എന്ന് തോന്നുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയരായി ജീവിച്ചാൽ ഒരാൾ ഉജുബിൽ എത്തിപ്പെടും. ഒൻപതാമത്തെ കാര്യം ഉപദേശിക്കാൻ ആളില്ലാതാവുക. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഉജുബിൽ എത്തിക്കുന്ന ഒൻപതാമത്തെ കാര്യം നസീഹത്ത് നൽകാൻ ആളില്ലാതിരിക്കുക, അഥവാ ഗുണകാംക്ഷ നൽകാൻ. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും തിരുത്താനും ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരാൾ അങ്ങനെ റുജുബിലെത്തിപ്പോവാൻ, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. പത്താമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, പത്താമത്തെ കാര്യം ഹക്ക്, സത്യം ഒരാൾ കൊണ്ടുവന്നാൽ അതിനെ തള്ളിക്കളയുക, അത് കൊണ്ടുവരുന്ന ആളുകളെ നിസാരനാക്കുക. നമ്മൾ കിബറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഒരാളിലുണ്ടായാൽ സ്വാഭാവികമായി ഈ പറഞ്ഞ റുജുബാണ് അതിലേക്ക് ഒരാളെ എത്തിക്കുന്നത്. 11ാമത്തെ കാര്യം ആളുകളിൽ നിന്നും മുഖം തിരിച്ചു കളയുക. പൊതുവെ ഒരു മുഅ്മിൻ വിനയാന്വിതനായിരിക്കണം. ലുഖ്മാൻ തൻ്റെ മകന് കൊടുത്ത വസിയത്തിൽ കാണാം, വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ്, മോനെ നീ ജനങ്ങളിൽ നിന്നും നിൻ്റെ കവിൾ, നിൻ്റെ മുഖം തിരിക്കരുത്. ആളുകളോട് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന നിലക്ക് പെരുമാറുന്ന അങ്ങനെയുള്ള നടത്തം അത് ഒരാളെ റുജുബിലെത്തിക്കും. കാരണം ഒരാൾ എപ്പോഴാണ് അങ്ങനെ ആവുക? സ്വന്തം നഫ്സിനെക്കുറിച്ച്, സ്വന്തത്തെക്കുറിച്ച് അത്ഭുതമുണ്ടായാൽ, ഞാൻ കുഴപ്പമില്ല, ഞാൻ എൻ്റെ സ്റ്റാറ്റസിന് യോജിച്ച ആളുകൾ, അല്ലാത്ത ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛം, അങ്ങനെയൊക്കെയാണ് റുജുബ് കടന്നു വരിക. 12ാമത്തെ കാര്യം നടത്തത്തിൽ അഹങ്കാരമുണ്ടായാൽ, നടക്കുമ്പോൾ വിനയത്തോടുകൂടി നടക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ലുഖ്മാൻ തൻ്റെ മകന് കൊടുത്ത വസിയത്തിൽ അതും നമുക്ക് കാണാം. വഖ്സിദ് ഫീ മശീഖ്, നിൻ്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക. ഇപ്പം നടത്തം ചില പണ്ഡിതന്മാർ പറഞ്ഞു, മയിൽ നടക്കും പോലെ നടക്കുക. അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തം അതൊരാളെ ഉജുബിലെത്തിക്കും. ആളുകളോട് വിനയമുള്ള രൂപത്തിൽ വിനയത്തോടുകൂടി നടക്കാൻ ശ്രമിക്കുക എന്നത് ഉജുബിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും. 13ാമത്തെ കാര്യം അത്തഫാഖുർ, പൊങ്ങച്ചം പറയുക. എപ്പോഴും നമ്മുടെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങച്ചം പറയുക. എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ട്, ഞാൻ അങ്ങനെയായിരുന്നു, ഞാനിങ്ങനെയായിരുന്നു, എൻ്റെ അടുത്ത് പണ്ട് അങ്ങനെയായിരുന്നു എന്നിങ്ങനെ എപ്പോഴും നമ്മുടെ അടുക്കലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രശംസിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി കേട്ടിരിക്കുന്ന ആളുകളൊക്കെ വായുമ്പോൾ ഇങ്ങനെ കേട്ടുവെക്കും. നമ്മളീ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ കേട്ടിക്കുക? അന്തം വിട്ട് കേട്ടുവെക്കും. അപ്പോൾ കുറച്ചേനെ നമുക്ക് തോന്നും, ഇവരടുത്തൊന്നും ഇല്ലല്ലോ, ഞാൻ കുഴപ്പമില്ല. അങ്ങനെ ഒരാൾ റുജുബിലെത്തിപ്പെടും എന്നതാണ്. 14ാമത്തെ കാര്യം ഫുസാഖുകളെ, അഥവാ തിന്മകൾ ചെയ്യുന്ന പാപികളായ ആളുകളെ കാണുമ്പോൾ അവരെ നിന്ദ്യരായി, നിസാരരായി കാണുക എന്നുള്ളത് ഒരാളെ ഉജുബിലെത്തിക്കും. എങ്ങനെ? പാപങ്ങൾ ചെയ്യുന്ന, തിന്മകളിൽ അകപ്പെട്ടു പോയ ആളുകളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവരോട് നമുക്ക് ഒരർത്ഥത്തിൽ അവരോടും അവർ ചെയ്യുന്ന തിന്മകളോടും മനസ്സിൽ ദേഷ്യവും വെറുപ്പും അകൽച്ചയും ഒക്കെ ഉണ്ടാവണം.
മറുവശത്ത് അവരോട് നസീഹത്തുണ്ടാവണം, ഗുണകാംക്ഷ ഉണ്ടാവണം. എങ്ങനെ? അവർ നന്നാവണം, അവർ ശരിയാവണം, തിരിച്ചു മടങ്ങണം എന്ന ചിന്ത, എന്ന ഒരു നസീഹത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാൽ ഒരാൾക്കതില്ലാതെ പാപിയായ തിന്മകളിൽ മുഴുകിയ ഒരാളെ, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തെറ്റിപ്പോയാൽ അയാളെ കാണുമ്പോൾ നമുക്ക് തോന്നും, ആ അവൻ്റെ അവസ്ഥ എന്താ എന്ന് പറഞ്ഞ് അയാളെ നിസാരനാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിഅമത്താണ് നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ തെറ്റിപ്പോയ ആളുകളുടെ സ്ഥാനത്തിൽ അള്ളാഹു നമ്മെയും എത്തിക്കാൻ അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരം പാപികളെ, തമ്മാടികളായ ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ നിസാരരാക്കരുത്. മറിച്ച് അവരോട് ഈ അർത്ഥത്തിൽ ഗുണകാംക്ഷ വേണം, അവർ നന്നാവണം എന്ന ചിന്ത ഉണ്ടാവണം. പല ആളുകളും പരിഹസിക്കും. അപ്പോൾ കുറേ കാലം നിസ്കരിക്കാൻ വരാത്ത ഒരാൾ പള്ളിയിൽ കയറിയാൽ, ആ നീ പള്ളിയിലോ, അതോടുകൂടി അയാൾ തിരിച്ചു പോകും, പിന്നെ മേലാൽ പള്ളിയിലേക്ക് വരില്ല. അത് സഹോദരങ്ങളെ, അയാൾ നിന്ദിക്കലാണ്. ഒരാൾ വരട്ടെ വരാതിരിക്കട്ടെ, വന്നാൽ അൽഹംദുലില്ലാ നമ്മൾ കാണാത്ത പോലെ നടക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് വന്നാൽ കണ്ട് സലാം പറഞ്ഞ മടക്കി അങ്ങനെ സംസാരിക്കാന്നല്ലാതെ നീ പള്ളിയിലോ, നീ ക്ലാസ്സിനോ എന്ന് ചോദിച്ചാൽ അതോടുകൂടി അയാൾ തിരിച്ചു പോകും. ആളുകളെ നിസാരരാക്കലാണത്. അത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും, അതവരെ നിസാരരാക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉജുബിലേക്ക് ഒരാളെ എത്തിക്കുന്ന കാരണങ്ങളാണ് ഒരുപാടുണ്ട്. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മെ ഈ ഉജുബെന്ന അപകടത്തിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഇത്രയും കാരണങ്ങൾ പറഞ്ഞല്ലോ, ഇനി രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങൾ കൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉജുബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമതായി അല്ലുജൂഉ ഇലല്ലാഹ്, അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. കാരണം ഇത് കൽബിന് ബാധിക്കുന്ന രോഗമാണ്. അതുകൊണ്ട് കൽബ് നന്നാക്കി തരാൻ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എൻ്റെ നഫ്സിന്, എൻ്റെ മനസ്സിന് നീ തഖ്വ നൽകണേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, അള്ളാഹുവേ നീ അതിനെ പരിശുദ്ധപ്പെടുത്തണേ, നീ അതിനെ ശുദ്ധീകരിക്കണേ, നീയാണ് ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവൻ. അൻത വലിയുഹ വ മൗലാഹ, അള്ളാഹുവേ നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ, നീയാണ് അതിൻ്റെ രക്ഷാധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അത്തരത്തിൽ കൽബിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ നമ്മൾ ചെയ്യുക, അള്ളാഹുവിനോട് അഭയം തേടുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാപങ്ങളെ തൊട്ട് നമ്മൾ ചിന്തിക്കുക. ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ തിരിഞ്ഞു നോക്കുക. ഒരുപാട് പാപങ്ങൾ, പാപത്തിൻ്റെ കറകൾ നമ്മുടെ കൈകളിലുണ്ട്. ആ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അപ്പോൾ തൗബ ചെയ്യാൻ തോന്നുന്നു, ഞാൻ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നാം വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് നാം ചിന്തിക്കുക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ 100ൽ 100 പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങും. പിന്നെ ഞാൻ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുകയില്ല. കാരണം എന്താ? ന്യൂനതകളും കുറവുകളുമാണ് എനിക്ക് കാണാൻ സാധിക്കുക. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിക്കുക. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ നിഅമത്തൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ അവസ്ഥയിലെത്തിയത്. അള്ളാഹുവാണ് നമ്മെ ഹിദായത്തിലേക്ക് നയിച്ചത്. അള്ളാഹുവാണ് ഹിദായത്ത് കാണിച്ചു തന്നത്. അള്ളാഹുവാണ് ഇനി നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടത്. അള്ളാഹുവിൻ്റെ നിഅമത്താണ്, നമ്മുടെ ഒരു കഴിവും മേന്മയും കൊണ്ടല്ല. അതുകൊണ്ടാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ അൽ കഹ്ഫിൽ ആ തോട്ടക്കാരൻ കൂട്ടുകാരനോട് പറഞ്ഞത്. ഇതൊക്കെ കിട്ടിയത് നിന്റെ കഴിവുകൊണ്ടല്ല, പിന്നെയോ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. എങ്കിൽ ഈ പറഞ്ഞ ഉജുബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മെ ഉജുബിൽ നിന്നും രക്ഷപ്പെടുത്തും. ഒന്നാമത്തേത് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. രണ്ടാമത്തേത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മൂന്നാമത്തേത് നമ്മുടെ കുറവുകളെക്കുറിച്ച് ആലോചിക്കുക. നാലാമത്തേത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ആലോചിക്കുക. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഉജുബെന്ന അപകടത്തിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങേയറ്റം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ ഉജുബ് എന്ന അപകടം. അള്ളാഹു അവനെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ
മുഅ്മിനീങ്ങളുടെ പദവിയിലായിക്കൊണ്ട് കണ്ടുമുട്ടാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കൽബുകൾക്ക്, ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വൻപാപങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.